കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ ശരിക്കും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇപ്രാവശ്യമില്ല. എങ്കിലും എന്താണ് ഡിഫ്രാക്ഷൻ എന്നോ അല്ലെങ്കിൽ ഇൻ്റർഫറൻസിട്ട് കമ്പയർ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് കമ്പാരിസൺ നോക്കിക്കേ. ഇൻ്റർഫറൻസിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്സ് ഫ്രം ടു ഡിഫറെൻറ്റ് വേവ് ഫ്രണ്ട്സ്. നമുക്കറിയാം രണ്ട് സോഴ്സിൽ നിന്നാണ് കോഹറൻറ്റ് സോഴ്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് വേവ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്താണ് ഇൻ്റർഫറൻസ് നടക്കുന്നത്. അതേസമയം ഡിഫ്രാക്ഷനോ ഇറ്റ് ഈസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് സെക്കൻഡറി വേവ്സ് ഫ്രം ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി സെയിം വേവ് ഫ്രണ്ട്. ഡിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഒന്നുകിൽ ഒരു സിംഗിൾ സ്ലിറ്റ് അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് അതിലേക്കൊരു വേവ് ഫ്രണ്ട് വന്ന് വീഴുമ്പോൾ അതിൽ തട്ടി ആ വേവ് ഫ്രണ്ടിൻ്റെ പല സെക്കൻഡറി വേവ്ലെറ്റുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന പാറ്റേൺ ആണ് ഡിഫ്രാക്ഷനിൽ. അപ്പോൾ ഒരു വേവ് ഫ്രണ്ടിൻ്റെ തന്നെ പല ഭാഗത്തു നിന്ന് വരുന്ന സെക്കൻഡറി വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്താണ് ഡിഫ്രാക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായി. അപ്പോൾ എന്താണ് ഡിഫ്രാക്ഷൻ നമുക്കവിടെ കിട്ടും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇന്റർഫറൻസിൽ ഫ്രിഞ്ചസ് മേ ഓർ മേ നോട്ട് ബി ഓഫ് ഈക്വൽ വിഡ്ത്ത്. ഫ്രിഞ്ചസ് മിക്കവാറും ഒരേ വിഡ്ത്താണ് വരുന്നത്. പക്ഷേ ഡിഫ്രാക്ഷനിൽ അവർ ഒരിക്കലും ഒരേ വിഡ്ത്തല്ല. സെൻറ്റർ മാത്രമേ ഉള്ളൂ നല്ല ബ്രൈറ്റ് വരുന്നത്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ബ്രൈറ്റ്നെസ് കുറഞ്ഞ ഇൻറ്റൻസിറ്റി കുറഞ്ഞാണ് വരുന്നത്. ഒരേ വിഡ്ത്ത് ഒരിക്കലും വരാറില്ല. ഇനി ഇന്റർഫറൻസിലെ അടുത്ത പോയിന്റ് ഓൾ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഹാവ് സെയിം ഇൻറ്റൻസിറ്റി. അതേസമയം ഡിഫ്രാക്ഷനിലോ they are decreasing intensity. സെൻട്രൽ മാത്രം നല്ല ബ്രൈറ്റ് ആയിരിക്കും, ബാക്കി രണ്ട് സൈഡിലേക്കും ഡിക്രീസ് ചെയ്ത് പോകും. നെക്സ്റ്റ് പോയിന്റ് ദ റീജിയൻസ് ഓഫ് മിനിമം ഇൻറ്റൻസിറ്റി ആർ പെർഫെക്റ്റ്ലി ഡാർക്ക്, റീജിയൻസ് ഓഫ് മിനിമം ഇൻറ്റൻസിറ്റി ആർ നോട്ട് പെർഫെക്റ്റ്ലി ഡാർക്ക്. അപ്പോൾ ഇത്രയാണ് ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അപ്പോൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് രണ്ട് വേവ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ് സൂപ്പർ ഇമ്പോസ് ചെയ്തുണ്ടാകുന്നതാണ്. അതേസമയം ഡിഫ്രാക്ഷനിൽ ഒരേ വേവ് ഫ്രണ്ടിൽ നിന്ന് തന്നെ വരുന്ന സെക്കൻഡറി വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഇനി ഇൻ്റർഫറൻസിൽ ഫ്രിഞ്ചസ് എല്ലാം ഒരേ വിഡ്ത്താണ്, ഡിഫ്രാക്ഷനിൽ ഒരേ വിഡ്ത്ത് അല്ല. അതുപോലെ തന്നെ ഇൻ്റർഫറൻസിൽ ബ്രൈറ്റ് ഫ്രിഞ്ചസിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാവർക്കും ഒരുപോലെയാണ്, ഡിഫ്രാക്ഷനിൽ അങ്ങനെയല്ല. അതുപോലെ മിനിമം ഇൻറ്റൻസിറ്റി വരുന്ന പോയിന്റുകൾക്കും എല്ലാവർക്കും ഒരേ ഡാർക്ക്നെസ് ആണ്. ഇൻ്റർഫറൻസിൽ ഡിഫ്രാക്ഷനിൽ ഡിഫറെൻ്റ് ആണ്. പോളറൈസേഷൻ. ഓർഡിനറി ലൈറ്റിൽ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എല്ലാ ഡയറക്ഷനിലും വൈബ്രേറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. അപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ചില ക്രിസ്റ്റലിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യും. ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. When ordinary light passes through certain crystals like tourmaline crystal, the vibrations of electric field vector are restricted. This phenomenon is called polarization. Polarization shows that light is a transverse wave. Transverse waveന് മാത്രമേ ആ ഒരു ഫിനോമിനൻ പോളറൈസേഷൻ കാണിക്കാൻ പറ്റുള്ളൂ. Sound waves cannot be polarized. Unpolarized light. The ordinary light which contains vibrations of electric field vector in every plane perpendicular to the direction of propagation is called unpolarized light. അപ്പോൾ സാധാരണ ലൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ വൈബ്രേഷൻസ് എല്ലാ ഡയറക്ഷനിലുമാണ്. അത് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എല്ലാ ഡയറക്ഷൻസിലും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കാണും. അങ്ങനെയുള്ള ലൈറ്റിനെയാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് സാധാരണ എക്സാമിന് വരച്ച് കാണിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ കണ്ടോ, അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ പടം വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ വേവ് പോകുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഡബിൾ ആരോ കൊടുക്കണം, ഒപ്പം നടുക്ക് ഡോട്ടും കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ ഡയറക്ഷനിലും വൈബ്രേഷൻസ് അവിടെ ഉണ്ടെന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ ഡബിൾ ആരോ വിത്ത് ഡോട്ട് അറ്റ് ദി സെൻറ്റർ അങ്ങനെ കാണിച്ചാൽ അത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അതേസമയം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വരുമ്പോൾ കണ്ടോ, ഒന്നെങ്കിൽ ഡബിൾ ആരോ മാത്രം കൊടുക്കുക, ആ ഡയറക്ഷനിൽ മാത്രമേ വൈബ്രേഷൻ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഡോട്ട് മാത്രം കൊടുക്കുക. അതാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇത് രണ്ടും കൂടെ വരുന്നതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്.
അപ്പോൾ എന്താണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ദ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് ഓഫ് ലൈറ്റ് ആർ കൺഫൈൻഡ് ടു എ സിംഗിൾ പ്ലെയിൻ ആർ കാൾഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വൈബ്രേഷൻസ് ഒറ്റ പ്ലെയിനിൽ മാത്രമുള്ള ലൈറ്റിനെയാണ് പോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് പറയുന്നത്. ഒന്നെങ്കിൽ ഡബിൾ ആരോ മാത്രം കാണിക്കുക, അല്ലെങ്കിൽ ഡോട്ട് മാത്രം കാണിക്കുക. അപ്പോൾ ഈ വൈബ്രേഷൻസ് വരുന്ന ആ പ്ലെയിനിനെ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ എന്നും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിനെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്നും പറയും. അപ്പോൾ പ്ലെയിൻ ഓഫ് വൈബ്രേഷനും ഉണ്ട്, പ്ലെയിൻ ഓഫ് പോളറൈസേഷനും ഉണ്ട്. Plane of vibration is the plane in which vibrations of polarized light take place. അപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ഡബിൾ ആരോ ഉൾപ്പെടുന്ന ആ പ്ലെയിൻ, അതാണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ, പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. അവിടെ വൈബ്രേഷൻസ് ഉണ്ട്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുന്ന പ്ലെയിൻ ആണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇനി എന്താണ് പോളറൈസർ? ദ ക്രിസ്റ്റൽ വിച്ച് പ്രൊഡ്യൂസസ് പോളറൈസ്ഡ് ലൈറ്റ് ഈസ് കാൾഡ് എ പോളറൈസർ. അനലൈസർ എന്ന് പറഞ്ഞാലോ? ദ ക്രിസ്റ്റൽ വിച്ച് ഈസ് യൂസ് ടു ചെക്ക് വെദർ ദ ലൈറ്റ് ഈസ് പോളറൈസ്ഡ് ഓർ നോട്ട് ഈസ് കാൾഡ് അനലൈസർ ഓർ ഡിറ്റക്ടർ. അപ്പോൾ സാധാരണ നമ്മൾ ഇത് പോളറൈസ്ഡ് ആയോ എന്ന് അറിയാൻ ഒരു ഇതിനകത്ത് ഇപ്പോൾ എക്സ്റേ ഫിലിം പോലെയുള്ള ചെറിയ ഷീറ്റിൽ പോളറോയിഡ് ഇപ്പം മേടിക്കാൻ കിട്ടും. അതുപോലെ നമ്മുടെ കാറിൻ്റെയൊക്കെ വിൻഡോയിൽ ഒട്ടിക്കുന്ന ആ ബ്ലാക്ക് സൺ ഫിലിം ഇല്ലേ, അത് പോളറൈസ്ഡ് ആണ്, പോളറോയിഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് സൺഗ്ലാസ്, നമ്മൾ കടുത്ത വെയിലത്തൊക്കെ യൂസ് ചെയ്യുന്ന സൺഗ്ലാസുകൾ, അതെല്ലാം പോളറൈസറാണ്. അപ്പോൾ ഒന്നിലൂടെ കടത്തി വിട്ടിട്ട് തൊട്ടിപ്പുറത്ത് വേറൊരെണ്ണം വെച്ച് നമുക്കിതിനെ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതിനെയാണ് അനലൈസർ എന്ന് വിളിക്കുന്നത്. ആൻ എക്സ്പെരിമെൻറ്റ് ടു സ്റ്റഡി പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. ഇപ്പോൾ പോളറൈസറും അനലൈസറും എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു പോളറൈസറും അനലൈസറും ഉപയോഗിച്ച് നമുക്ക് പോളറൈസേഷൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് അടുത്ത എക്സ്പെരിമെൻ്റ്. അതായത് ആദ്യം നമ്മൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ട്, ആദ്യം അൺപോളറൈസ്ഡ് ലൈറ്റ് റെപ്രസെൻറ്റേഷൻ നോക്കിക്കോണം. പടം വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ കൊടുക്കണം, ഡബിൾ ആരോ വിത്ത് ഡോട്ട്. അത് ആദ്യം ഒരു ക്രിസ്റ്റൽ അഥവാ ഒരു പോളറൈസറിലൂടെ കടത്തിവിട്ടു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ കണ്ടു, ഡബിൾ ആരോ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇത് വീണ്ടും അടുത്ത ഒരു പോളറൈസർ, അതിനെ നമ്മൾ ഇവിടെ ഇനി അനലൈസർ എന്ന് വിളിക്കും, കാരണം അത് അനലൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, അതിലൂടെ കടത്തിവിടുകയാണ്. അപ്പോൾ ആദ്യം അൺപോളറൈസ്ഡ് ലൈറ്റ് എടുത്തു, അത് വരുന്ന വഴിക്ക് ഒരു പോളറൈസർ വെച്ചു. അപ്പം നമുക്ക് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി. അതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? വേറൊരു പോളറൈസറിലൂടെ വിടുകയാണ്. അതിനെ നമ്മൾ അനലൈസർ എന്ന് വിളിക്കും. എന്നിട്ട് ഈ അനലൈസറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പം ഇവർ രണ്ടുപേരുടെയും പ്ലെയിൻ പാരലായിട്ടിരിക്കുമ്പോൾ മാക്സിമം ലൈറ്റ് ഇപ്പുറത്ത് കിട്ടും. രണ്ടുപേരും പാരലായിരിക്കുമ്പോൾ പോളറൈസ്ഡ് ലൈറ്റ് കംപ്ലീറ്റ് ഇപ്പുറത്ത് കിട്ടും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരികയും രണ്ടുപേരുടെ ആക്സിസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇപ്പുറത്ത് ലൈറ്റ് ഒന്നും വരത്തില്ല. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഉണ്ടായ ലൈറ്റ് പോളറൈസ്ഡ് ലൈറ്റ്. അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരുന്നെങ്കിൽ യാതൊരു വ്യത്യാസവും നമുക്ക് അനുഭവപ്പെടത്തില്ലായിരുന്നു. When unpolarized light passes through polarizer, the light coming out of it is plain polarized light. If the polarizer and analyzer are parallel, the intensity of light coming from the analyzer will be maximum. If the analyzer is rotated through 90 degree, the intensity of light coming out of it becomes 0. ഇതാണ് പോളറൈസേഷൻ ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ്. ഇപ്പം നമ്മൾ പഠിച്ച എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്കൊരു ലോ ഡെറൈവ് ചെയ്യാം, അതാണ് മാലൂസ് ലോ. അപ്പം മാലൂസ് ലോ പറയുന്നത്, ഇപ്പം നമ്മൾ തൊട്ട് മുമ്പുള്ള എക്സ്പെരിമെൻറ്റിൽ ഒരു അനലൈസറും അതുപോലെ തന്നെ പോളറൈസറും ഉണ്ട്. രണ്ടുപേരുടെ ആക്സിസ് പാരലായിട്ടിരിക്കുമ്പോൾ മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. രണ്ടുപേരുടെ ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുമ്പോൾ ഇൻറ്റൻസിറ്റി മിനിമം. അതായത് അവിടെ ഇൻറ്റൻസിറ്റി ഓഫ് എമർജൻ ലൈറ്റ് ഫ്രം ദി അനലൈസർ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. തീറ്റ രണ്ട് പേരുടെ ആക്സിസ് തമ്മിലുള്ള ആംഗിളാണ്. ഇതാണ് മാലൂസ് ലോ. The law states that when a beam of plane polarized light is incident on the analyzer, intensity of emergent light is directly proportional to square of cosine of the angle between polarizer and analyzer, or I is equal to I0 cos square theta, where theta is the angle between the axis of polarizer and analyzer, and I0 is the initial intensity.
തുടക്കത്തിൽ എത്രയാണോ ഇന്റൻസിറ്റി അനലൈസറിലേക്ക് വന്ന് വീഴുന്നത് അതാണ് I0. ഇനി അതുപോലെ പോളറോയിഡ് എന്താണെന്ന് നോക്കാം. Polaroid is an artificially made polarizing material that produces intense beam of polarized light by selective absorption. അപ്പോൾ പോളറോയിഡ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തന്നെ ഇപ്പം പല ക്രിസ്റ്റലുകളും ഇത് കാണിക്കുന്നതായിട്ട് നമ്മളുണ്ട്. പ്രകൃതിയിൽ തന്നെ ഉള്ള പല ക്രിസ്റ്റലുകളും പോളറൈസേഷൻ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പോളറോയിഡ് പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാനുള്ള ചില ഡിവൈസുകൾ. അതിനെയാണ് പോളറോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോളറോയിഡ്സ് ആർ ഇൻ സൺഗ്ലാസസ്, വിൻഡോ പെയിൻസ്, ഫോട്ടോഗ്രാഫിക് ക്യാമറാസ്, 3D മൂവി ക്യാമറാസ് എക്സെട്ര. അപ്പോൾ പോളറോയിഡ് യൂസ് ചെയ്യുന്ന ചില ഒന്ന് സൺഗ്ലാസ് പോളറോയിഡ് ആണ്. അതുപോലെ തന്നെ എയറോപ്ലെയിൻ്റെയും അതുപോലെ ട്രെയിനിൻ്റെയൊക്കെ വിൻഡോ ഗ്ലാസുകൾ ഇത് ഉപയോഗിച്ചുണ്ടാക്കാറുണ്ട്. അതുപോലെ ഫോട്ടോഗ്രാഫിക് ക്യാമറയിൽ, അതുപോലെ 3D മൂവി ക്യാമറ, നമ്മൾ 3D പിക്ചറൊക്കെ കാണാൻ പോകുമ്പോൾ നമുക്ക് തരുന്ന ഒരു സ്പെക്സ് ഇല്ലേ, അതെല്ലാം പോളറോയിഡ് ആണ്. അങ്ങനെ ഒത്തിരി യൂസ് ഉള്ള ഒരു മെറ്റീരിയലാണ് പോളറോയിഡ്. മെത്തേഡ്സ് ഓഫ് പോളറൈസേഷൻ. പോളറൈസേഷൻ ബൈ സ്കാറ്ററിംഗ് ആൻഡ് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. ഈ രണ്ട് രീതിയിൽ പോളറൈസേഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഫസ്റ്റ്, സ്കാറ്ററിംഗ് വഴി എങ്ങനെയാണ് പോളറൈസേഷൻ ഉണ്ടാകുന്നത് നോക്കാം. ഇപ്പോൾ സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ ഭൂമി വരെ എത്തുമ്പോൾ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരുമ്പോൾ പല മോളിക്യൂൾസിലെ ഡസ്റ്റ് പാർട്ടിക്കിളിലൊക്കെ തട്ടി ഇത് സ്കാറ്റർ ചെയ്യും. ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്നതിൽ ചില ലൈറ്റുകൾ പോളറൈസ്ഡ് ആവാറുണ്ട്. അപ്പോൾ ആ ഇൻസിഡന്റ് ലൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കാണാൻ സാധിക്കും. ഈ ഫിനോമിനാണ് പോളറൈസേഷൻ ബൈ സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോളറോയിഡിലൂടെ അല്ലെങ്കിൽ സൺഗ്ലാസ് എടുത്ത് നമ്മൾ അത് നോക്കിക്കൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റിന് ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി നടത്തിയത് CV രാമനും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും ഒക്കെയാണ്. അപ്പോൾ CV രാമന് നോബൽ പ്രൈസ് ഫിസിക്സിന് ലഭിക്കുന്നതും അദ്ദേഹത്തിൻ്റെ രാമൻ എഫക്റ്റ് എന്ന് പറയുന്ന ഈ സ്കാറ്റേർഡ് ലൈറ്റിലെ പോളറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് അറ്റ്മോസ്ഫിയറിലൂടെ വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്, ഡബിൾ ആരോയും ഡോട്ടും ഉണ്ട്. അപ്പോൾ അതൊരു ഡസ്റ്റ് പാർട്ടിക്കിളിലോ അല്ലെങ്കിൽ ചെറിയ മോളിക്യൂളിലോ തട്ടി സ്കാറ്റർ ചെയ്തു. അപ്പം അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന ലൈറ്റാണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടോ, ഡോട്ട് മാത്രമേ ഉള്ളൂ, എന്ന് വെച്ചാൽ അത് പോളറൈസ്ഡ് ലൈറ്റ് ആണ്. When sunlight is incident on the gas molecule in atmosphere, it gets scattered. The scattered light seen in the direction perpendicular to the direction of incidence is found to be plane polarized. This phenomenon is called polarization by scattering. When this polarized light is viewed through a polaroid which is rotated, then the intensity changes with the rotation. The scattering of light by molecule was intensively investigated by CV Raman and his collaborators. Raman was awarded Nobel Prize for Physics for this work. Polarization by reflection. ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം ആണ്. ഇപ്പോൾ വെള്ളം, വാട്ടർ ആവാം, അതല്ലെങ്കിൽ ഗ്ലാസ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയം, അതിലേക്ക് ഇൻസിഡൻറ്റ് ലൈറ്റ് വന്ന് വീഴുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റ് ഓർഡിനറി ലൈറ്റ് ആണ്, ഡബിൾ ആരോയും ഡോട്ടും ഉണ്ട്, അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. അത് ഇതിൽ വന്ന് വീണു, ഒരു പാർട്ട് റിഫ്രാക്റ്റ് ചെയ്ത് ആ മീഡിയത്തിനകത്തേക്ക് പോയി, ഒരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് പോയി. റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റ് പോളറൈസ്ഡ് ആണ്. അപ്പം അങ്ങനെ റിഫ്ലക്ഷൻ വഴിയും ഈ പ്രകൃതിയിൽ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാകുന്നുണ്ട്. വെൻ ഓർഡിനറി ലൈറ്റ് ഫാൾസ് ഓൺ ദ സർഫസ് separating two transparent media, a part of light is reflected and other part is transmitted, that is refracted. When reflected wave is perpendicular to the refracted wave, the reflected wave is totally plane polarized light. അപ്പം റിഫ്രാക്റ്റ് ചെയ്ത വേവിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവാണ് കംപ്ലീറ്റ് ആയിട്ടും പ്ലെയിൻ പോളറൈസ്ഡ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെ റിഫ്ലക്ഷൻ വഴിയും സ്കാറ്ററിംഗ് വഴിയും പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്.
Brewster's angle or polarizing angle. The angle of incidence at which the reflected ray is totally polarized is called Brewster's angle and is denoted by IB. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷനിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ ലൈറ്റ് വീണെങ്കിൽ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്ത വേവ് കംപ്ലീറ്റ് ആയിട്ടും പോളറൈസ്ഡ് ആവത്തുള്ളൂ. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് വിളിക്കുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അതിൻ്റെ സിമ്പിൾ ഉണ്ടോ? ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയതുകൊണ്ട് ഐ എന്നാണ് കൊടുക്കേണ്ടത്, താഴെ ബി എന്ന് സഫിക്സ് കൊടുക്കണം. ബ്രൂസ്റ്റർ ആംഗിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ബ്രൂസ്റ്റർ derive ചെയ്ത law ആണ് Brewster's law. It states that tangent of Brewster's angle is equal to refractive index of the medium. That is tan IB equals mu. Tangent of Brewster's angle equals refractive index of the medium. Distinguishing a polarized light and unpolarized light. ഒരു പോളറൈസ്ഡ് ലൈറ്റും അൺപോളറൈസ്ഡ് ലൈറ്റും എങ്ങനെ തിരിച്ചറിയും? When we observe unpolarized light or ordinary light through a nickel prism or tourmaline crystal, the intensity of the light coming out of the prism does not change if the crystal is rotated. But when we observe the polarized light through a nickel prism, the intensity of light coming out of the prism changes if the crystal is rotated. അപ്പോൾ പോളറൈസ്ഡ് ലൈറ്റും അൺപോളറൈസ്ഡ് ലൈറ്റും നമ്മളൊരു പ്രിസത്തിലൂടെ അല്ലെങ്കിൽ ഒരു പോളറൈസറിലൂടെ നോക്കുകയാണ്. നോക്കുമ്പോൾ രണ്ടിലും നമുക്ക് ലൈറ്റ് കാണാം. പക്ഷെ നമ്മൾ ഈ നോക്കുന്ന പോളറൈസർ അഥവാ പ്രിസം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്ത്, അതായത് നല്ല ബ്രൈറ്റ്നസ്സിൽ നിന്ന് കുറഞ്ഞു വന്ന് വീണ്ടും നല്ല ബ്രൈറ്റ് ആകുന്നു, പിന്നെയും കുറയുന്നതായിട്ട് തോന്നും. അതേസമയം അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് യാതൊരു ചേഞ്ചും നമുക്ക് അനുഭവപ്പെടത്തില്ല. അങ്ങനെ നമുക്ക് പോളറൈസ്ഡ് ലൈറ്റും അൺപോളറൈസ്ഡ് ലൈറ്റും തിരിച്ചറിയാൻ സാധിക്കും. ബ്രൂസ്റ്റേഴ്സ് ലോ എന്തായിരുന്നു? ബ്രൂസ്റ്റേഴ്സ് ലോ ടാൻ ഐ ബി സിക്കൽ ടു എൻ അല്ലേ? ടാൻജന്റ് ഓഫ് പോളറൈസിങ് ആംഗിൾ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. ആദ്യം നമുക്ക് ബ്രൂസ്റ്റേഴ്സ് ലോയുടെ ഡെറിവേഷനിലേക്ക് പോകാം. അപ്പം അതിനായിട്ട് ഇവിടെ വരച്ചിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പം ഇതിനകത്ത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്, പക്ഷെ ഞാനത് ഇവിടെ കാണിച്ചിട്ടില്ല. കാരണം അൺപോളറൈസ്ഡ് ലൈറ്റ് എല്ലാം കൂടെ നമ്മൾ ഡബിൾ ആരോയും ഡോട്ടും എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആംഗിൾസ് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ ഇത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവത്തില്ല. അപ്പോൾ ഇത് ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് ആണ്. അപ്പോൾ അത് അൺപോളറൈസ്ഡ് ആണ്. അത് വന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ വീണു. കുറച്ച് ലൈറ്റ് വേവ്സ് റിഫ്രാക്റ്റ് ചെയ്തു, കുറച്ച് പേര് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പം വന്ന് വീണ ഇൻസിഡൻറ്റ് ആംഗിളാണ് ബ്രൂസ്റ്റർ ആംഗിൾ ഐ ബി. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അതാണ് ഇപ്പുറത്തും റിഫ്ലക്ഷൻ ആംഗിളും ഐ ബി കൊടുത്തിരിക്കുന്നത്. കാരണം റിഫ്ലക്ഷൻ്റെ പ്രധാന ലോ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസിക്കൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ, സ്മാൾ ലെറ്റർ ആർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇത് തമ്മിൽ റിഫ്രാക്റ്റഡ് റേയും റിഫ്ലക്റ്റഡ് റേയും, ഇപ്പൊ താഴേക്ക് വരുന്ന റിഫ്രാക്റ്റഡ് റേ, ഇവിടെയുള്ള റിഫ്ലക്റ്റഡ് റേ, ഇത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അത് ഈ ബ്രൂസ്റ്റർ ആംഗിളിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ബ്രൂസ്റ്റർ ആംഗിളിലാണ് ലൈറ്റ് അവിടെ ഇൻസിഡന്റ് ചെയ്യുന്നെങ്കിൽ റിഫ്രാക്റ്റഡ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പൊ അത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടുന്ന 90 വരുമല്ലോ. ഏതൊക്കെയാണ്? ഐ ബി പ്ലസ് ആർ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പം അതിൽ നിന്ന് നമുക്ക് ആർ ഇസിക്കൽ ടു 90 മൈനസ് ഐ ബി ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ഇതാണ്ട് ഇവിടെ റിഫ്രാക്ഷൻ നടന്നു അല്ലേ? റിഫ്രാക്ഷൻ നടന്നപ്പോൾ നമുക്ക് അവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. എന്താണ് സ്നെൽസ് ലോ? സ്നെൽസ് ലോ ഇസിക്കൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ ഇസിക്കൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണല്ലേ? ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ബി എന്ന് കൊടുക്കണം, ഡിവൈഡഡ് ബൈ സൈൻ ആർ ഇസിക്കൽ ടു എൻ. ഇനി ആർ എന്ന് വെച്ചാൽ 90 മൈനസ് ഐ ബി ആണല്ലോ. സൈൻ ഐ ബി ഡിവൈഡഡ് ബൈ ആറിന്റെ സ്ഥാനത്ത് 90 മൈനസ് ഐ ബി എന്ന് കൊടുത്തു. സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ അല്ലേ? അപ്പൊ അവിടെ സൈൻ 90 മൈനസ് ഐ ബിക്ക് പകരം കോസ് ഐ ബി കൊടുക്കുന്നു.
അപ്പം സൈൻ ഐ ബി ഡിവൈഡഡ് ബൈ കോസ് ഐ ബി. സൈൻ ബൈ കോസ് എന്ന് വെച്ചാൽ എന്താണ്? ടാൻ ആണല്ലോ. ദാറ്റ് ഈസ് ടാൻ ഐ ബി. നമ്മുടെ ലോ കിട്ടി. എന്താണ്? ടാൻജന്റ് ഓഫ് ബ്രൂസ്റ്റർ ആംഗിൾ is equal to refractive index. അപ്പോൾ നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ലോ ഡിറൈവ് ചെയ്തു. ഇനി ഇത് കൂടാതെ എക്സാമിന് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഷോ ദാറ്റ് അറ്റ് ബ്രൂസ്റ്റർ ആംഗിൾ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ബ്രൂസ്റ്റർ ലോ നമുക്ക് ഓൾറെഡി അറിയാം. ടാൻ ഐ ബി സിക്കൽ ടു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആദ്യമേ നമ്മൾ അതങ്ങോട്ട് എഴുതുന്നു. ബൈ ബ്രൂസ്റ്റേഴ്സ് ലോ ടാൻ ഐ ബി is equal to n. By Snell's law sin IB by sin R is equal to n. അപ്പം സ്നെൽസ് ലോ അനുസരിച്ച് sin I by sin R is equal to n. ബ്രൂസ്റ്റർ ലോ അനുസരിച്ച് tan IB is equal to n. tan IBക്ക് sin IB by cos IB എന്ന് എഴുതാമല്ലോ. is equal to n. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് കമ്പയർ ചെയ്യുക. 1 and 2 കൂടെ കമ്പയർ ചെയ്താൽ രണ്ട് സൈഡിലും n ആണ്. അപ്പോൾ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ സൈൻ ഐ ബി ന്യൂമറേറ്ററിലുണ്ട്. ഡിനോമിനേറ്ററിൽ സൈൻ ആറും കോസ് ഐ ബിയും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ സൈൻ ആർ ഇസ് ഈക്വൽ ടു കോസ് ഐ ബി. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ ആണല്ലോ. അപ്പം സൈൻ ആർ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് ഐ ബി. ഇപ്പം രണ്ട് സൈൻ ടേമുകളാണ്, അതുകൊണ്ട് ആംഗിൾസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ആർ ഇസ് ഈക്വൽ ടു 90 മൈനസ് ഐ ബി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഐ ബി പ്ലസ് R is equal to 90. അപ്പോൾ ഇനി നമ്മുടെ ഫിഗർ പടം ഒന്ന് വരച്ച് നോക്കണം, അല്ലെ വരച്ച് കാണിക്കണം എക്സാമിന്. അപ്പോൾ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസിലേക്ക് ഇൻസിഡന്റ് റേ വന്ന് വീഴുകയാണ്. ഇൻസിഡന്റ് റേ വന്ന് വീണു ഐ ബി. അതിൽ കുറച്ച് റേസ്, പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്തു പോയി. ഈ ആംഗിളും ഐ ബി തന്നെയാണ്. കുറച്ച് പേര് റിഫ്രാക്റ്റ് ചെയ്തു പോയി. ഈ ആംഗിൾ റിഫ്രാക്ഷനാണ്. ഇപ്പം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് എന്താണ്? ഐ ബി പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അതായത് ഈ ആംഗിളും ഈ ആംഗിളൂടെ ആഡ് ചെയ്യുമ്പോൾ 90. അങ്ങനെയാണെങ്കിൽ ഇത് ഫുൾ 180 ആണല്ലോ. ഈ ഫുൾ ആംഗിൾ 180 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 എന്ന് കിട്ടി. അപ്പോൾ ശേഷിക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ രണ്ട് റേസും ഏതാണ്? റിഫ്രാക്റ്റഡ് റേസും റിഫ്രാക്റ്റഡ് ആൻഡ് റിഫ്ലക്റ്റഡ് റേ രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇങ്ങനെ എക്സാം. അപ്പം ബ്രൂസ്റ്റർ ലോയിൽ നിന്ന് രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ വരും. ഒന്നെങ്കിൽ ഡിറൈവ് ബ്രൂസ്റ്റേഴ്സ് ലോ, അതല്ലെങ്കിൽ യൂസിങ് ബ്രൂസ്റ്റേഴ്സ് ലോ പ്രൂവ് ദാറ്റ് at Brewster angle incident ray and reflected ray and refracted ray are perpendicular to each other. അത് പ്രൂവ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ രണ്ട് രീതിയിലും രണ്ട് സെയിം തന്നെയാണ്, രണ്ട് രീതി ചെയ്യുന്നേ ഉള്ളൂ, തിരിച്ചു മറിച്ചും ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം എഴുതി നോക്കുക. അപ്പോൾ പടത്തിന്റെ സഹായത്തോടെ വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഫിഗർ കൂടെ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം.